അതായത് ഇത് അനന്തപുരിയല്ല, ആനന്ദപുരിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവരും ഒരേപോലെ ഇത് ആഘോഷമാക്കുകയും കൂടി ചെയ്യുന്നു. ഭക്തിയുണ്ട്, നമുക്ക് സ്റ്റെഫനുണ്ട്. അതെ, അങ്ങോട്ടേക്ക് ഒന്ന് പോയാലോ? കാരണം തമ്പാനൂർ ഒരു വലിയ തിരക്കാ. കുറച്ചു നേരം മുമ്പ് വരെ പറയുമ്പോഴും തിരക്കാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നു. സ്റ്റെഫീൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണോ അതോ അവിടെ ആൾക്കാരെല്ലാം വന്ന് എല്ലാവരും സെറ്റായോ? എങ്ങനെയാണ് കാഴ്ചകൾ? തമ്പാനൂരിൽ ഓരോ നിമിഷവും തിരക്ക് ഏറുന്ന കാഴ്ചകളാണ് ഉള്ളത്. കാരണം റോഡിന്റെ രണ്ട് വശത്തുമായി രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇരുന്നതെങ്കിൽ ഒരു നിര കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ മൂന്നാം നിരയിലേക്ക് പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. അതാണ് തമ്പാനൂരിലെ അവസ്ഥ. കാരണം തമ്പാനൂരും ആറ്റുകാലും തമ്മിൽ വലിയൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം ഈ ആറ്റുകാലിനെ പുറത്തുള്ള സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് തമ്പാനൂരിനുണ്ട് എന്ന് പറയാം. കാരണം എന്താണെന്നറിയാമോ അനഘ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 1931 കാലഘട്ടത്തിലൊക്കെ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വരുന്നത് 31-ലാണ്. ഒപ്പം ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അന്ന് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടായിരുന്നു. അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് കൂടുതൽ എത്തിയത്, ഈ ആറ്റുകാലിലേക്ക് എത്തിയതൊക്കെ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വഴിയും അതോടൊപ്പം തന്നെ ഈ ബസ്സിലും. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. ബസ്സുകൾ ഇങ്ങനെ ഓരോന്ന് വരുന്നു, അതിലെല്ലാം എത്തുന്നത് ഭക്തരാണ്. അങ്ങനെ ഭക്തരുടെ ഒരു നീണ്ട നിര ഇപ്പോഴും ഇങ്ങനെ കാണാം. വലിയ വെയിലാണ് എങ്കിൽ പോലും ചെറിയ ഒരു തണലിൽ ഒരു തോർത്തൊക്കെ മൂടി പലരും ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. വെയിലൊക്കെ ആണെങ്കിലും അതൊക്കെ സഹിച്ചങ്ങ് ഇരിക്കുക തന്നെ. എവിടുന്നാ? പുല്ലൂര്. ആഹാ, പുല്ലൂരിന്ന് എന്ന് വന്നു? സ്ഥിരമായിട്ട് വരുമോ? 4 വർഷം കൊണ്ട് വരും. 4 വർഷമായിട്ട്. 4 വർഷമായിട്ട് ഈ ആറ്റുകാൽ അമ്മയോട് പ്രാർത്ഥനകളുണ്ട് മനസ്സിൽ. പൊങ്കാലയ്ക്ക് വന്ന് 4 വർഷം കൊണ്ട്. അല്ല, ഒരുപാട് മനസ്സിൽ പ്രാർത്ഥനയായിട്ടാണ് വരുന്നത് അല്ലേ? സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എന്താണ് ഇപ്രാവശ്യത്തെ? 2 അസുഖം മാറണം. എന്തുവാ അവർക്ക്? എന്തുവാ? മോനും മൂത്രത്തിൽ ബ്ലഡ് വരും, മോക്ക് മയക്കം വരും. ഇപ്പൊ മയങ്ങി വീണ് ഉറക്കൊഴിയാക്കത്തില്ല. ഉറക്കൊഴിഞ്ഞ ഉടനെ അസുഖം. അവരൊക്കെ എന്താ ചെയ്യുന്നേ? ഇപ്പം വേറെ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? മുനിസിപ്പാലിറ്റി പോകുന്നുണ്ട്, കവറെടുക്കാൻ പോകുന്നു.